വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. മോഹൻ വർഗീസ്, ഈ ചർച്ച ധാരണയാകാതെ അവസാനിപ്പിക്കുമ്പോഴും ഇനിയും ചർച്ച തുടരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന ട്രംപ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും മുൻപോട്ടുള്ള നീക്കങ്ങൾ? തീർച്ചയായും യുദ്ധം അവസാനിക്കാനുള്ള ആത്യന്തിക സാധ്യത തന്നെയാണ് ഇപ്പോൾ കൺകൂടിയിരിക്കുന്ന ഫസ്റ്റ് റൗണ്ട് ഓഫ് ടോക്സ് കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് രണ്ട് കൂട്ടരും, റഷ്യയും അമേരിക്കയും, ഒരു സന്നദ്ധത, പ്രിപ്പയർഡ്നെസ് കാട്ടുകയാണ്. ഈ സ്റ്റെയിൽമേറ്റ് തുടരാനാവില്ല. 3.5 വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധത്തിൽ തീർച്ചയായും ഈ രീതിയിൽ അനന്തമായി നീളാനാവില്ല എന്ന ഒരു ചിന്തയാണ് കാണുന്നത്. അടുത്ത റൗണ്ട് ഓഫ് നെഗോസിയേഷൻസ് മോസ്കോയിൽ വെച്ച് നടക്കും എന്ന് പുടിൻ പറയുമ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള സ്ഥിരീകരണം ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഒന്നുകിൽ ഒരു ന്യൂട്രൽ വേദിയിൽ വെച്ച്, അല്ല എങ്കിൽ മോസ്കോയിൽ വെച്ച് തന്നെ. ഇപ്പോൾ ഈ ചർച്ച അമേരിക്കയുടെ മണ്ണായ അലാസ്കയിൽ വെച്ച് നടക്കുമ്പോൾ അടുത്ത ചർച്ച റഷ്യയിൽ വെച്ച് നടക്കേണ്ടത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് ചർച്ച പുരോഗമിക്കുന്നു എന്ന കാര്യം ആദ്യമായിട്ടാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ക്രിയാത്മകമായ 3.5 വർഷത്തിനുള്ളിൽ ഏറ്റവും ക്രിയാത്മകമായ നീക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെയാണ്. നോക്കൂ, ഇവിടെ റഷ്യക്ക് ഉണ്ടായ ഒരു സുരക്ഷാ ഭീഷണിയിൽ നിന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ ചർച്ചയിൽ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ സുരക്ഷാ ഭീഷണിയുടെ കാരണം ഉക്രൈൻ ഒരുപക്ഷെ നെറ്റോയിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ സൈനിക സഖ്യമായ നെറ്റോയിൽ അംഗത്വം എടുക്കും, അല്ലെങ്കിൽ അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഉക്രൈൻ എന്ന ഒരു ചിന്ത കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ തീർച്ചയായും പുടിൻ ഉറപ്പുകൾ ചോദിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ആണ് നെറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കാതെ ആത്യന്തിക ധാരണയിൽ എത്താനാവില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ഇവിടെ പ്രാതിനിധ്യം ഏത് രാജ്യമാണോ യുദ്ധം കൊണ്ട് വലയുന്നത് ആ രാജ്യത്തിന് ഇവിടെ പങ്കാളിത്തമില്ലായിരുന്നു. ഈ ചർച്ചയിൽ ഉക്രൈൻ എന്ന രാജ്യത്തിന് പങ്കാളിത്തമില്ലാതെ ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന നെറ്റോയിലെ പ്രമുഖ യൂറോപ്യൻ പങ്കാളികൾക്ക് സാന്നിധ്യമില്ലാതെ നടന്ന ഒരു ചർച്ച. അത് പൂർത്തിയാകണമെങ്കിൽ ഉക്രൈന്റെ സമ്മതം ആവശ്യമാണ്, യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ നെറ്റോയുടെ സമ്മതം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമയം ചോദിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉക്രൈൻ നെറ്റോയിൽ ചേരുകയാണെങ്കിൽ റഷ്യ ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കാനാവില്ല. കാരണം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നത് ഒരു നയമായി റഷ്യ എടുത്തു എന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും ഈ ഉക്രൈൻ നെറ്റോയിൽ ചേരുന്ന ആ നിമിഷം നെറ്റോ എന്ന ഒരു സങ്കല്പം റഷ്യയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും റഷ്യക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായ പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈനെ ആക്രമിക്കുക എന്ന റഷ്യൻ പദ്ധതി ഏതാനും ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അവസാനിക്കുമെന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്ന ഒരു യുദ്ധമാണ്. നെറ്റോ ഇടപെട്ടതോടുകൂടി, ഉക്രൈനെ സഹായിക്കാനായി നെറ്റോ രംഗത്ത് വന്നതോടുകൂടി, അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇത്രയും നീട്ടിയെടുക്കാൻ സാധിച്ചതും രണ്ടു പക്ഷത്തും സാമാന്യം നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായതും അതുകൊണ്ടാണ്. അതുകൊണ്ട് there is a point of no return. ഈ ഒരു ചിന്തയാണ് വരുന്നത്. there is a point of no return. ഇപ്പോൾ ഈ ചർച്ച ഈ രൂപത്തിലാകുന്നതിന്റെ ഒരു കാരണം, ഇത് ചർച്ച പരാജയം എന്നൊരു ചിന്തയെ ഞാൻ പങ്കുവെക്കുന്നില്ല. ഇത് ചർച്ച തീർച്ചയായും വിജയം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നല്ലാത്തത് കൊണ്ടാണ് അടുത്ത റൗണ്ടിലേക്ക് നീങ്ങുന്നത്. ഈ രൂപത്തിൽ എത്തി നിൽക്കുന്നതിന്റെ കാരണം, ഈ പോസിറ്റീവ് ജസ്റ്ററിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പോളിസി അത് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഇടങ്ങളിൽ അമേരിക്കൻ ചിന്തകൾ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നത് ന്യായമല്ല. അത് മാത്രമല്ല, നെറ്റോ സ്വന്തം കാലിൽ നിൽക്കണം. അമേരിക്കയുടെ ധനസഹായമോ മറ്റ് സഹായമോ പൂർണ്ണമായി ഘട്ടം ഘട്ടമായി പിൻവലിക്കണം എന്ന അമേരിക്കയുടെ ഒരു ചിന്ത, അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ചിന്ത കൂടിയാണ് എന്നോർക്കണം. അല്ലാതെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അമേരിക്കയുടെ സഹായം ഇല്ലാതെ തന്നെ സ്വയം സുരക്ഷാ കാര്യങ്ങൾ നോക്കാൻ സാധിക്കണം. അതുകൊണ്ട് യൂറോപ്പിനെതിരെ വരുന്ന എല്ലാ ത്രെട്ടുകളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാമോ അത് അവസാനിപ്പിക്കണം. റഷ്യയിൽ നിന്ന് മാത്രമാണ് യൂറോപ്പിന് ആ രീതിയിലുള്ള ആണവ ഭീഷണി അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത്. അതിനുള്ള ഇച്ഛാശക്തി അമേരിക്ക കാട്ടി. ഇത് യൂറോപ്യൻ യൂണിയനെ കൂടെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യക്ക് വേണ്ട ഉറപ്പുകൾ ലഭിക്കണം എന്നതാണ്. ഉറപ്പുകൾ നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതിയാകും. ഒരു കാരണവശാലും ഉക്രൈൻ നെറ്റോയിൽ ചേരില്ല എന്ന കൃത്യമായ ഉറപ്പ് ഈ ചർച്ചയുടെ സമയത്ത് കൊടുക്കണം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും അമേരിക്ക അതുവഴി റഷ്യക്കും നൽകുന്ന ഈ ഉറപ്പ് തീർച്ചയായും ഒരു വലിയ കാൽവെപ്പ് തന്നെയായിരിക്കും.
പക്ഷെ മൂന്നാമത്തെ കാര്യത്തിലാണ് ഏറ്റവും വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യത. അടുത്ത റൗണ്ട് ഓഫ് നെഗോസിയേഷനിൽ മറ്റൊരു കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉക്രൈന്റെ ഭൂമിയുടെ ഏതാണ്ട് 20% ഭൂമി ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ കൈവശത്തിലാണ്. ഡൊണസ്ക് പ്രവിശ്യ, ലുഹാൻസ് പ്രവിശ്യ, അതെല്ലാം ഡോൺബാസ് ഏരിയയിലാണ്. അത് ഉക്രൈന്റെ കിഴക്ക് ഭാഗത്ത് റഷ്യയോട് ചേർന്നുള്ള പ്രദേശം. അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ വംശജരായ ആളുകളൊക്കെയാണ് മുൻതൂക്കം. അതുപോലെ സപ്രോഷ്യ മേഖല, അതുപോലെ മറ്റ് ചില മേഖലകൾ. ഈ മേഖലകളിലെല്ലാം തന്നെ റഷ്യ പിടിമുറുകിയിരിക്കുന്നു. സൈനിക സാന്നിധ്യം ഇപ്പോഴുണ്ട്. അവർ കീഴടക്കിയ പ്രദേശം തന്നെയാണ്. കീഴടക്കിയ പ്രദേശങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? അത് പൂർണ്ണമായി വിട്ടുകൊണ്ട് റഷ്യ സന്ധി ചെയ്യാൻ തയ്യാറാവുമോ? എന്റെ ചിന്ത അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കൃത്യമായ റഷ്യൻ സംസ്കാരമുള്ള, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലെങ്കിലും റഷ്യ പിടിമുറുക്കുകയും അവിടെ വെച്ചുകൊണ്ട് പുതിയ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ പുതുതായി വരച്ചു ചേർക്കുകയോ ചെയ്യണം. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ അതിർവരമ്പുകളാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അതിർവരമ്പ് സോവിയറ്റ് കാലഘട്ടത്തിലെയാണ്. അതാണ് ഒരു തർക്ക സാധ്യത. മറ്റൊന്ന് ക്രൈമിയയെ കുറിക്കുന്ന കാര്യമാണ്. ക്രൈമിയ 2014 റഷ്യ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്തതാണ്. പക്ഷെ മുൻകാലത്ത് സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തിൽ റഷ്യ ഉക്രൈന് നൽകിയ ഒരു ലാൻഡാണ് ക്രൈമിയ എന്നുകൂടി ഓർക്കുക. ആ ലാൻഡ് തിരിച്ചെടുക്കുക എന്ന റഷ്യയുടെ ചരിത്രപരമായ നിയോഗം, അത് തീർച്ചയായും അതിൽ നിന്ന് പുടിൻ മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മോഹൻ വർഗീസ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഇരു നേതാക്കളും പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു നീക്കങ്ങൾ യുക്രൈന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ആദ്യഘട്ടങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് യുക്രൈന് അനുകൂലമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ പുടിൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നില്ലേ ഈ ഒരു ഘട്ടത്തിൽ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പുടിൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടുക്കും എന്ന സൂചനയാണ്. പുടിൻ അലാസ്കയിൽ എത്താൻ തീരുമാനിച്ചു എന്നത് തന്നെ അതിന്റെ സൂചനയല്ലേ? യഥാർത്ഥത്തിൽ ഒരു മഞ്ഞുരുകുന്നതിന് യഥാർത്ഥത്തിൽ ന്യൂട്രൽ ഗ്രൗണ്ടിലാണ് ചർച്ച നടക്കേണ്ടത്. പുടിന് ചില ഉറപ്പുകളെങ്കിലും ട്രംപിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവണമല്ലോ അമേരിക്കയുടെ മണ്ണിലേക്ക് എത്താനും ചർച്ച ചെയ്യാനും പുടിൻ തയ്യാറായത്. അതുകൊണ്ടാണ് അത് ടെറിട്ടോറിയൽ ക്ലെയിം തന്നെ ആകാനാണ് സാധ്യത. അങ്ങനെ അല്ല എങ്കിൽ പുടിൻ അവിടെ മുഖം നഷ്ടപ്പെടും പൂർണ്ണമായും. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് മുഖം നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ട്രംപ് എന്ന വ്യക്തി മാത്രമാണ് പറഞ്ഞത് ഉക്രൈൻ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. അത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ അമേരിക്കയ്ക്ക് കാര്യമൊന്നുമില്ല, അത് ട്രംപിന് മുഖം നഷ്ടപ്പെടും. പക്ഷെ റഷ്യക്ക് അങ്ങനെയല്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിട്ടോറിയൽ ഗെയിൻ ചെറിയ തോതിലെങ്കിലും കാണിക്കാൻ ഉണ്ടായില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവിയിൽ അധികാരത്തിൽ തുടരുന്നത് തൽക്കാലത്തേക്ക് ഏകാധിപത്യപരമായി നിലനിൽക്കാനാവുമായിരിക്കാം. ആത്യന്തികമായി അദ്ദേഹം ഈസ് പ്രസിഡന്റ് ഫോർ ലൈഫ് എന്ന് ഓർക്ക കൂടി ചെയ്യണം. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അല്ല റഷ്യൻ പ്രസിഡന്റിന്റെ അവിടുത്തെ അവസ്ഥ എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇനി ഒരു പ്രകോപനവും ഉക്രൈന്റെ ഭാഗത്തു നിന്നോ യൂറോപ്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവരുത്. അതായത് ഒന്ന് റഷ്യക്കെതിരെ ആക്രമണം ഉണ്ടാകരുത്, പരസ്യ പ്രസ്താവനകൾ ഉണ്ടാവരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്പിലെ ചില രാജ്യങ്ങളെങ്കിലും ചില മുറുമുറുപ്പുകൾ തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത ചർച്ചയായിരുന്നു, തങ്ങളെ അവഗണിച്ചു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉക്രൈന്റെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള വമ്പ് പറച്ചിലുകൾ ചില രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് അമേരിക്ക വിൽ ട്രൈ ഇറ്റ്സ് ലെവൽ ബെസ്റ്റ് ടു കൺവിൻസ് ദ യൂറോപ്യൻ കൺട്രീസ് ടു ബി സൈലന്റ് ഇൻ ദിസ് ജങ്ക്ചർ. ഒരു കാരണവശാലും സംസാരിക്കരുത്, ഈ സ്പിരിറ്റിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശം അമേരിക്ക കർശനമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ വയ്ക്കും. അതാണ് ഒരുപക്ഷെ പുടിൻ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. വേണ്ടാത്ത പ്രസ്താവനകളോ വേണ്ടാത്ത നീക്കങ്ങളോ ഉണ്ടാവരുത്. അത് മാത്രമല്ല, സെലൻസ്കി എന്ന വ്യക്തി, ആ വ്യക്തിയെ യാതൊരു രീതിയിലും പുടിൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. സെലൻസ്കി തുടരുന്നത് ഒഴിവാകുന്ന ഒരു ചർച്ചയായിരിക്കും അടുത്ത പ്രാവശ്യം. സെലൻസ്കിക്ക് പകരം ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടത്തി ഉക്രൈനിൽ അധികാരം പുതിയ ഒരാളിന് കൈമാറുക എന്നൊരു നിർദ്ദേശം ഒരുപക്ഷെ വെച്ചേക്കാം. അതിനൊരു പക്ഷേ അമേരിക്ക തീർച്ചയായിട്ടും വഴങ്ങി കൊടുക്കാൻ തന്നെയാണ് സാധ്യത. സെലൻസ്കിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു ചിന്ത ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഉണ്ടാവും. കാരണം സെലൻസ്കി എന്ന അദ്ദേഹം കടുംപിടുത്തക്കാരനാണ് എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു രീതിയിലും പുടിനുമായി ചേർന്ന് പോകാനുള്ള സാധ്യത ഇല്ലാത്ത നേതാവാണ്.
ആ ഒരു കാര്യവും മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഉക്രൈന്റെയോ യൂറോപ്യൻ സമൂഹത്തിന്റെയോ ഭാഗത്തു നിന്ന് ഒരു തെറ്റായ നീക്കവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേരുമെന്ന് ട്രംപ് മുൻകൂട്ടി തന്നെ പറഞ്ഞ 75% ധാരണ എത്തിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബാക്കി 25% ധാരണ എന്നത് അതീവ നിർണായകമാണ്. പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയതിനു ശേഷം കലമുടയ്ക്കുകയോ ചെയ്യുന്ന ആ ഒരു സംഗതി ഇനി ഉണ്ടാവരുത് എന്ന രണ്ടു പക്ഷത്തിന്റെയും ദൃഢനിശ്ചയം ഇവിടെ കാണുകയുണ്ടായി. തീർച്ചയായും പോസിറ്റീവ് ഒരു ടോണിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോഴും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിലും അറിയിച്ചിട്ടുണ്ട്. MG മിഥുനാണ് മറ്റു വിവരങ്ങൾ നൽകിയത്.